നമസ്കാരം പ്രിയമുള്ളവരെ. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഒരു ചൊല്ലുണ്ട്. അടിയാതെ പിള്ള പടിയാത്. എന്ന് വെച്ചാൽ അടി കൊടുത്താലേ പിള്ള പഠിക്കൂ. നല്ലതുപോലെ പറഞ്ഞു നോക്കിയാലൊന്നും കേൾക്കില്ല. പക്ഷേ അടി രണ്ടെണ്ണം കിട്ടിയാൽ പിള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്യും. നമുക്കിപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്ഥിതിയെ അങ്ങനെ വിലയിരുത്താം. അടി കിട്ടി പഠിച്ചിരിക്കുന്നു. അടിയാതെ പിള്ള പടിയാത്. ഇപ്പോൾ അടി കിട്ടിയപ്പോൾ പിള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപക്ഷേ ഇസ്രായേലിൻ്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ മുൻകരുതൽ ആണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് വരുന്നത് എന്ന ചർച്ചയാണ് എല്ലായിടങ്ങളിലും മുഴങ്ങി നിൽക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ 12 ദിവസം നീണ്ട ഇറാൻ ഇസ്രായേൽ അപ്രഖ്യാപിത യുദ്ധം, കാരണം യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് രാജ്യത്തെയും ഭരണത്തലവന്മാർ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ അത് അപ്രഖ്യാപിതമായിരുന്നു, പ്രഖ്യാപിതമായ ഒരു യുദ്ധമല്ലായിരുന്നു. ഈ 12 ദിവസത്തെ യുദ്ധം വിലയിരുത്തുമ്പോൾ ഇസ്രായേൽ എന്തു പറഞ്ഞിട്ടാണോ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത് അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ പരാജയപ്പെട്ട യുദ്ധവും ഇറാൻ വിജയിച്ച യുദ്ധവുമായി നമുക്ക് വിലയിരുത്താം. കാരണം ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാൻ്റെ ആണവശേഖരം പൂർണ്ണമായും നശിപ്പിക്കുമെന്ന്. അത് സംഭവിച്ചിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞത് ഇറാനിൽ ഭരണമാറ്റമുണ്ടാകും, അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്തെറിയും, സിറിയയിലെ പോലെ അവിടെ ഭരണമാറ്റമുണ്ടാകും. ഇസ്രായേലി മീഡിയയും ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ സോഷ്യൽ മീഡിയ വിങ്ങുമൊക്കെ അതിനുവേണ്ട വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു, സിറിയയിലെ ഭരണമാറ്റം പോലെ ഇറാനിൽ ഉണ്ടാകുമെന്ന്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇറാനിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുവാൻ ഇതുവരെയുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് അമേരിക്ക ഫോർദോയിലും നദാനിലും ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് അമേരിക്ക ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകളോട് കൂടിയ വീഡിയോകളാണ് അന്തർദേശീയ തലത്തിലൊക്കെ പ്രചരിക്കുന്നത്. അതായത് നദാനിൽ നിന്നും ഫോർദോയിൽ നിന്നും അമേരിക്കയുടെ ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അവരുടെ ആണവ സാമഗ്രികൾ സുരക്ഷിതമായ രീതിയിലേക്ക്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്ന ട്രക്കുകൾ, ആ സാധനങ്ങൾ കൊണ്ടുപോകുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതായത് അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ഈ തുല്യതയുള്ള ശത്രുക്കൾ തമ്മിലുള്ള യുദ്ധ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഏകപക്ഷീയമായി ആക്രമിക്കുവാൻ കഴിയുന്ന ദുർബലരായ രാജ്യങ്ങളാണെങ്കിൽ അമേരിക്ക വന്ന് അടിച്ചിട്ട് പോകും. പക്ഷേ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്ന വസ്തുത തന്നെയാണ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇറാനും തിരിച്ച് അമേരിക്കയുടെ സൈനിക ബേസുകൾ ഖത്തറിലും ബാഗ്ദാദിലും ഒപ്പം സിറിയയിലും തിരിച്ചാക്രമിച്ചപ്പോഴും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ രണ്ടു രാജ്യങ്ങളും പരസ്പരം മുഖം രക്ഷിച്ചുകൊണ്ട് ഒരു കരാറിൽ എത്തുമ്പോൾ ഇസ്രായേലിന് അതിൽ ഭാഗമാകേണ്ടി വന്നു. കാരണം അമേരിക്കൻ പ്രസിഡന്റാണ് ഈ കരാർ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ധൈര്യത്തെയൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. രണ്ടു രാജ്യങ്ങളും, അതായത് അമേരിക്ക അവരുടെ മുഖം രക്ഷിച്ചുകൊണ്ട് ഒരു ആക്രമണം ഇറാന് നടത്തി. കാരണം അമേരിക്ക കുറേ നാളുകളുണ്ടായി ഇറാനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഒരു ആണവായുധ നിരോധന കരാറിലേക്ക് വന്നില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നത്. പക്ഷേ ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, തങ്ങൾ ഒരു ആണവായുധ നിരോധന കരാറിലേക്ക് എത്താം, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കാർഷിക വ്യാവസായിക സൗകര്യങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് ആണവ ഊർജം അത് പ്യൂരിഫൈ ചെയ്യാനുള്ള അവകാശം തരണം. ഞങ്ങൾ ഒരിക്കലും ആണവ ആയുധം ഉണ്ടാക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് ആണവ ഊർജം വേണം. അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നിദാനമാകും. ഞങ്ങൾക്ക് കാർഷികമായും വ്യാവസായികമായും ഒക്കെ അത് ഉപകരിക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുവാൻ ശ്രമിക്കില്ല എന്നുറപ്പ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അമേരിക്കയും ലോകരാജ്യങ്ങളും തിട്ടൂരമായി നിന്നു. നിങ്ങൾക്ക് ഒരു അണുപോലും യുറേനിയം സമ്പുഷ്ടീകരിക്കുവാൻ അവകാശമില്ല. പക്ഷേ ഇറാൻ അവരുടെ അവകാശവാദത്തിൽ ഉറച്ചു നിന്നു. ഇപ്പോൾ അവകാശവാദങ്ങൾ വിജയിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയിലേക്ക് വരുന്നിടത്തോളം കാലം ഇറാനിന് ആണവ സമ്പുഷ്ടീകരണം നടത്താം. കാരണം അവർ പറഞ്ഞതിൽ അവർ ഉറച്ചു നിന്നു, ആക്രമിച്ചു, നിങ്ങൾ തന്നെ കരാറിന് വന്നു. ഇപ്പോൾ ഫോർദോയും നദാനിലുമൊക്കെയുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, പക്ഷേ അതിനൊന്നും കേടുപാടുകൾ വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ ഭൂമിക്ക് അത്രത്തോളം അഗാധതയിലാണുള്ളതെന്ന് വ്യക്തമായ റിപ്പോർട്ടുകളിലൂടെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയുടെ ആക്രമണവും അത് വിജയിച്ചിട്ടില്ല. ഇസ്രായേൽ തുടരെ ആക്രമണം നടത്തി, പക്ഷേ ഇറാൻ്റെ ആണവ ശാസ്ത്രകാരന്മാരെയൊക്കെ വധിക്കുവാൻ പറ്റി. സൈനിക നേതൃത്വത്തെ ഒരുമാതിരി തന്നെ തുടച്ചു നീക്കുവാൻ പറ്റി. പക്ഷേ അവരുടെ ആണവ ഊർജ ശേഖരത്തെ
തുലവും തൊടാൻ കഴിഞ്ഞില്ല, ഒട്ടും തന്നെ തൊടാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ കൊന്നതുകൊണ്ട് കുറച്ച് വർഷത്തേക്ക് ഇറാൻ ആണവ ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ആയുധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വർഷത്തേക്ക് അത് തടഞ്ഞത് വൈകിപ്പിക്കുവാൻ പറ്റും എന്നല്ലാതെ ഇറാൻ്റെ ആണവ ഊർജ്ജം പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഇസ്രായേലിനും അമേരിക്കയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയെ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് 1, 2, 3 ആണവ ശാസ്ത്രകാരന്മാരുടെ കൈകളിലല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അവരുടെ തലച്ചോറിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കുറേയധികം ശാസ്ത്രകാരന്മാരുടെ തലച്ചോറുകളിലേക്ക് ഇത് പകർത്തപ്പെട്ടേക്കാം. അത് തന്നെ ഉപയോഗിച്ച് ഇറാന് വേണമെങ്കിൽ ആണവോർജ്ജം നിർമ്മിക്കാം എന്ന വലിയ നിഗമനവും അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇത് കീഴടങ്ങളുടെ യുദ്ധമല്ല. ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇത് കീഴടങ്ങളുടെ യുദ്ധമല്ല, അവരുടെ ആത്മാഭിമാനത്തിൽ ഊന്നി അവർ രാജ്യത്തിന് തീർത്ത പ്രതിരോധത്തിൻ്റെ വിജയമായി തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അന്തർദേശീയ തലങ്ങളിലൊക്കെ ഇറാൻ അനുകൂലമായ കൂടുതൽ പ്രസ്താവനകൾ വന്നു. ഈ അടുത്ത ദിവസം തന്നെ അമേരിക്ക ഇറാനെ ആക്രമിച്ച് അവരുടെ ആണവായുധ നിലയങ്ങൾ ആക്രമിച്ച നിമിഷം തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്ചി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ സന്ദർശിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. റഷ്യ ഏകപക്ഷീയമായി തന്നെ ഇറാനോടൊപ്പം നിൽക്കുന്ന പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നു. റഷ്യൻ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ദിമിത്രി മെദ്വേവ് അദ്ദേഹം പറഞ്ഞത് ഇറാന് ആവശ്യമെങ്കിൽ ആണവ പോർമുനകളുള്ള ആയുധങ്ങൾ കൊടുക്കുവാൻ കുറച്ചധികം രാജ്യങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നു. ആ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് വടക്കൻ കൊറിയയാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു. അപ്പോൾ ഇറാനെ ഇനിയും ശക്തമായി ആക്രമിച്ചാൽ തിരിച്ചടി ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള കിട്ടും എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ വെടിനിർത്തലിലേക്ക് എത്തുവാൻ ഇറാൻ്റെ ശത്രുക്കളെ പ്രേരിപ്പിക്കുന്നത് എന്ന വലിയ വസ്തുത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ലോകത്തിന് ഇറാൻ്റെ മിസൈലുടെ കൃത്യതയും വ്യക്തതയും തീവ്രതയും മനസ്സിലാക്കി എന്ന നിമിഷങ്ങൾ തന്നെയാണുള്ളതെന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നു. കാരണം ഒരുപക്ഷെ യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ ഇറാൻ്റെ വീരവാദം, കാരണം ഇറാൻ കുറേ അധികം നാളുകളായി ഇസ്രായേലിൻ്റെ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇറാൻ അകത്ത് കടന്നു കയറി തന്നെ ഫലസ്തീൻ്റെ വിമോചന നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല ചെയ്യപ്പെടുത്തി. മിക്കപ്പോഴും സിറിയയിൽ ഇറാൻ്റെ എംബസി ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടായി. പലപ്പോഴും ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആത്മാഭിമാനം തന്നെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. അപ്പോഴൊക്കെ പേരിന് മാത്രമായ ഒരു ആക്രമണമാണ് ഇറാൻ നടത്തിയതെങ്കിൽ ഇത്തവണ പ്രഹരം വളരെ വലുതായിരുന്നു. ജെറുസലേമും ടെല്ലവീവും ഹൈഫയും ഒക്കെ നിന്ന് കത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. അത് ഇറാൻ്റെ ശക്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് എത്തി. അവരുടെ മിസൈലുകളുടെ കൃത്യത ലോകത്തിന് മനസ്സിലായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മാത്രമല്ല ഇറാനോടൊപ്പം നിൽക്കുന്ന കുറച്ചധികം രാജ്യങ്ങൾ, വടക്കൻ കൊറിയയും ചൈനയും റഷ്യയും ഒക്കെ ഉണ്ട് എന്ന രീതിയിലേക്ക് യാഥാർത്ഥ്യങ്ങൾ വന്നു. ഒപ്പം മിഡിൽ ഈസ്റ്റിലും പഴയ സാഹചര്യങ്ങൾ മാറി ഇറാൻ അനുകൂലമായി ചിന്തിക്കുന്ന, ഇറാനോടൊപ്പം നിൽക്കുന്ന സൗദിയും ഖത്തറിനെയും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പോലും അവസാന നിമിഷവും ഖത്തർ വിട്ടുവീഴ്ചയുടെ സ്വരത്തിൽ സംസാരിക്കുന്നു എന്ന വാർത്ത. ഖത്തറിലെ അമേരിക്കൻ നാവിക ബേസ് ഇറാനാൽ ആക്രമിക്കപ്പെട്ടിട്ടും ആ മേഖലകളിൽ കൂടുതൽ സാഹോദര്യത്തോടു കൂടിയുള്ള ഒരു യാഥാർത്ഥ്യം രൂപപ്പെട്ടു വന്നു. മിക്കപ്പോഴും സുന്നി ഷിയ എന്നൊക്കെ വിഘടിച്ച് നിന്ന പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ ഒരു സാഹോദര്യത്തെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങി. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കപ്പെടുമ്പോഴും സഹോദര രാജ്യങ്ങൾ ആക്രമിച്ചു എന്ന ഒരു പ്രസ്താവനയാണ് ആ പ്രദേശത്തെ ഭരണകർത്താക്കളിൽ നിന്നുണ്ടായത്. ഇറാനെ സംബന്ധിച്ച് ഇത് നഷ്ടപ്പെടലുള്ള യുദ്ധമല്ല, ഇത് വിജയത്തിൻ്റെ യുദ്ധം തന്നെയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഇറാനെ സംബന്ധിച്ച് ഇത് നേടലുകളുടെ യുദ്ധമാണ്. ഒരുപക്ഷെ ശാസ്ത്രകാരന്മാരെ അവർക്ക് നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ കുറച്ച് സൈനിക മേധാവികൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ആത്യന്തികമായി ഇസ്രായേലിൻ്റെ യുദ്ധലക്ഷ്യം പരാജയപ്പെടുകയാണ്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇറാൻ്റെ ആണവ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഫോർദോയിലും നദാനിലുമൊക്കെ അമേരിക്ക ഇറാനെ നേരത്തെ അറിയിച്ചുകൊണ്ട് നാമമാത്രമായ ആക്രമണം നടത്തി അമേരിക്കയുടെ മുഖം രക്ഷിക്കാനുള്ള ആക്രമണം നടത്തി രക്ഷപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഇറാനും അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് തന്നെ അവരുടെ നാവിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പരസ്പരം മുഖം രക്ഷിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാനും അമേരിക്കയും നടത്തിയെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന യുദ്ധമാണ് എന്ന രീതിയിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.